വെൽക്കം ടു ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് UG PG, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ളവർക്കൊക്കെ നിർബന്ധമായിട്ടും പഠിക്കാനുള്ള ഒരു കോർ ടെക്സ്റ്റ് ബുക്കാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം വാട്ട് ഈസ് ലിറ്ററേച്ചർ, ദെൻ വാട്ട് ഈസ് ലിറ്റററി ക്രിറ്റിസിസം, ദെൻ ഈ ലിറ്ററേച്ചറും ലിറ്റററി ക്രിറ്റിസിസവും തമ്മിൽ എന്താണ് ബന്ധം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും ലിറ്റററി ക്രിറ്റിസിസം എന്ന പേപ്പർ പലപ്പോഴും പല കുട്ടികൾക്കും ഇത് ടഫായിട്ട് വരാറുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കിയിട്ട് ഒരു സെൽഫ് ലേണിംഗ് മെത്തേഡ് സ്വീകരിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മാർക്ക് തന്നെ നമുക്കിതിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ലിറ്ററേച്ചർ? എന്താണ് നിങ്ങൾ ലിറ്ററേച്ചർ, സാഹിത്യം എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ? നമുക്കറിയാം ഒരുപാട് ജോൺറസ് ഉണ്ട് അല്ലേ, ലൈക്ക് നോവൽ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, പോയട്രി, ഇതൊക്കെ നമ്മുടെ ലിറ്ററേച്ചർ, അതായത് ഒരു പീസ് ഓഫ് ലിറ്ററേച്ചറാണ് ഈ പറയുന്നതെല്ലാം. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡെഫിനീഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ആൻസർ ചെയ്യുക? കോമൺ ആയിട്ട് വരുന്ന ഒരു ഡെഫിനീഷൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്നാണ്. നമ്മുടെ ജീവിതം തന്നെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രൂ പിക്ചർ ഓഫ് ലൈഫാണ് നമുക്കത് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ലൈക്ക് എക്കണോമിക്കലായിട്ടുള്ള, സോഷ്യലി ആയിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള അനീതികൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ഒക്കെ റൈറ്റേഴ്സ് അവരുടെ ലിറ്ററേച്ചർ വർക്കുകളിൽ എഴുതാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ജനങ്ങളെ അല്ലെങ്കിൽ റീഡേഴ്സിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളും. അങ്ങനെ നമുക്ക് ഒരുപാട് കിട്ടും, വിവരം കിട്ടും. സോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ ഷോസ് ട്രൂ പിക്ചർ ഓഫ് ലൈഫ് ആൻഡ് ഇൻഫ്ലുവൻസസ് മാസസ്. ദെൻ ലിറ്ററേച്ചർ ഡീൽസ് വിത്ത് ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഫാക്ട്സ്. ലിറ്ററേച്ചർ ഹോൾഡ്സ് എ മിറർ അപ്പ് ടു ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണ്ണാടി ആയിട്ടാണ് ആര് നിൽക്കുന്നത്? ലിറ്ററേച്ചർ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റൈമണ്ട് വില്യംസ്, മാത്യു അർണോൾഡ് ഇവരൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. റൈമണ്ട് വില്യംസിൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചിട്ടാണെങ്കിലും എഴുതിയിട്ടുള്ള, പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ആസ് എനി റിട്ടൺ പ്രിൻറ്റഡ് മാറ്റർ ഓൺ എനി സബ്ജക്റ്റ്. എന്നാൽ ഈ ഒരു ഡെഫിനേഷനെ എതിർത്തുകൊണ്ട് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഡെഫിനേഷൻ ഇസ് നോട്ട് ഇനഫ് ടു ഡിഫൈൻ ദ ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് ഇഫ് ഓൺലി റിട്ടൺ മെറ്റീരിയൽ ഇസ് കോൾഡ് ലിറ്ററേച്ചർ, അതായത് പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, എഴുതപ്പെട്ടിട്ടുള്ള മെറ്റീരിയലിനെ മാത്രമാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ദാറ്റ് ലിറ്ററേച്ചർ വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻഷ്യൻ ടൈംസ്. ആൻഷ്യൻ ടൈംസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ അവസ്ഥ എന്താ? കാരണം എന്തെന്ന് വെച്ചാൽ ആൻഷ്യൻ ടൈംസിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എഴുതി വെക്കുന്നില്ല. പകരം അവർ യൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല ഒരുപാട് അന്നത്തെ ലിറ്ററേച്ചർ എന്തായി പോയിട്ടുണ്ട്, ഈ വാറുകളിലൊക്കെ ആയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, വാട്ട് അബൌട്ട് ദാറ്റ് ലിറ്ററേച്ചർ എന്ന് ചോദിക്കുകയാണ്. സോ ദ കറക്റ്റ് ഡെഫിനിഷൻ ഷുഡ് ബി എന്തായിരിക്കണം? എനിത്തിങ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ ഫ്രം ഫോം. ഓക്കെ, സ്പോക്കൺ ഫോം ഈസ് കോൾഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതാണ് മറ്റൊരു ഡെഫിനിഷനായിട്ട് വരുന്നത്. മാത്യു അർണോൾഡ് ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയെന്നറിയോ? ഇറ്റ് ഈസ് ഓൾ ഇമാജിനേറ്റീവ് റൈറ്റിംഗ്സ് ഇൻക്ലൂഡിങ് പോയിട്രി, ഫിക്ഷൻ, ഡ്രാമ എക്സെട്ര എന്നാണ്. അതായത് നമ്മൾ ഇമാജിനേഷനാണ് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. ആൻഡ് അനദർ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഇസ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് മീൻ ടു ഗിവ് ആൻ എസ്തെറ്റിക് പ്ലഷർ. നമ്മളിപ്പോൾ ഒരു വർക്ക് വായിക്കുന്ന സമയത്ത്, ഒരു ഫിക്ഷൻ, ഒരു നോവൽ വായിക്കുന്ന സമയത്ത് നമുക്കത് വായിക്കുമ്പോൾ ഒരു എസ്തെറ്റിക് പ്ലഷർ കിട്ടാണ്. അതായത് എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്ററേച്ചർ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ല, അതാണ് എസ്തെറ്റിക് പ്ലഷർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാൽ നമുക്ക് അതിന് എന്ത് പറയാം? ആ ഒരു ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ നമുക്ക് ലിറ്ററേച്ചർ എന്ന് വിളിക്കാം എന്നുള്ളൊരു ഡെഫിനേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ലിറ്ററേച്ചർ. നമ്മുടെ ഒരുപാട് ഡെഫിനേഷൻസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, വാട്ട് ഈസ് ലിറ്റററി ക്രിറ്റിസിസം? ക്രിറ്റിസിസം എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? വിമർശിക്കുക അല്ലേ? ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതൊരു നെഗറ്റീവായിട്ടല്ലേ ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ദ വേർഡ് ക്രിറ്റിസിസം ക്യാൻ ബി വെരി പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു മുട്ട പൊരിക്കുകയാണ്, പക്ഷെ നമ്മൾ കുറച്ച് ഓയിൽ കൂടിപ്പോയി.
അത് നമ്മുടെ ഒരു സുഹൃത്തിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവളത് ടേസ്റ്റ് ചെയ്ത് കാണും പറഞ്ഞു, എടി ഇതിൽ നല്ല ഓയിലായല്ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണോ അതൊരു പോസിറ്റീവാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവാണ്. കാരണം പിന്നീട് നമ്മളത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ പാകത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ലിറ്റററി ക്രിട്ടിക്സ് ചെയ്യുന്നതും. അതായത് അവരൊരു വർക്കിനെ വായിക്കും, ആ വർക്കിനെ അവർ കമ്പയർ ചെയ്യും, അതിനെ അനാലിസിസ് നടത്തും, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ലിറ്റററി ക്രിട്ടിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുകയുള്ളൂ. ഓക്കെ, ഈ ഒപ്പീനിയൻ വെറുതെ ജസ്റ്റ് ഒപ്പീനിയൻ പറയല്ല, പക്ഷേ അതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എവിഡൻസ് നോക്കിയിട്ട് അത് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തീംസ്, സ്റ്റൈൽ, സെറ്റിങ്സ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റൊക്കെ അവരതിനെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരവരുടെ അഭിപ്രായം പറയുള്ളൂ. അപ്പോൾ ഇതാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇസ് എ വേ ഓഫ് ലുക്കിംഗ് ലിറ്ററേച്ചർ. ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ, ഒരു നോവൽ, ഒരു പോയം, ഇങ്ങനെ എന്തുമായിക്കോട്ടെ അതിനെ എങ്ങനെയാണ് ക്രിട്ടിക്സ് നോക്കിക്കാണുന്നത്, ഇതിനെയാണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ദ വേർഡ് ക്രിട്ടിക് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ക്രൈറ്റ്സ്. ക്രൈറ്റ്സിൻ്റെ മീനിങ് എന്താണ്? ടു ജഡ്ജ്. ഓക്കെ, അത് നിങ്ങൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക. ലിറ്റററി ക്രിറ്റിസിസം ഈസ് ദ കമ്പാരിസൺ, അനാലിസിസ്, interpretation and or evaluation of works of literature. And literary criticism is essentially an opinion supported by evidence relating to theme, style, setting or historical or political context. ഓക്കെ ആണല്ലോ? യെസ്, ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് പതിവായിട്ട് എങ്ങനെയാണ്, ഒരു എസ്സേ രീതിയിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് ഫോർമാറ്റിലാണ് അത് പബ്ലിഷ് ചെയ്യാറുള്ളത്. ഫാദർ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു എന്താ പറയുക, ലിറ്റററി ക്രിറ്റിസം അങ്ങനെ ഒരു ബുക്കായിട്ട് ഒരു എസ്സേ ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആരാണ്? ജോൺ ഡ്രൈഡൻ ആണ്. അദ്ദേഹത്തിൻ്റെ എസ്സേ ആണ് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ട്രാവലിംഗ്. അതായത് ഇപ്പം നമ്മളൊരു പുതിയൊരു നോവൽ വായിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അമേരിക്കാന, ചിമാമദ ൻഗോസി അടിച്ച് എഴുതിയിട്ടുള്ള അമേരിക്കാന എന്നുള്ളൊരു നോവൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മളത് വായിക്കാൻ തുടങ്ങുകയാണ്. ആ വായിക്കുന്നതിന് മുമ്പ് എന്താണ്, അതൊരു ട്രാവലിംഗ് പോലെയാണ്. നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കാണാത്തൊരു പ്ലേസ് കാണാൻ പോകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണണമെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും അല്ലേ? യെസ്, അതാണ് ലിറ്ററേച്ചർ ഈസ് ലൈക്ക് എ ട്രാവലിംഗ്. നമുക്കൊരു പുതിയൊരു ഡോർ അവിടെ തുറന്നു തരികയാണ്. യെസ്, മനസ്സിലായല്ലോ? അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം ഇവിടെ ചെയ്യുന്നത് ആക്ട് ആസ് എ ടൂർ ഗൈഡായിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൂർ ഗൈഡിനെ അസിസ്റ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ആ ഒരു പ്ലേസിൽ എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇന്ന സ്ഥലങ്ങൾക്കൊക്കെ പോകാം, അവിടെ പോയ നല്ല അടിപൊളി സ്ഥലമാണ് എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ? അത് തന്നെയാണ് ഈ ലിറ്റററി ക്രിട്ടിക്സും ചെയ്യുന്നത്. എങ്ങനെ നമ്മളൊരു ലിറ്റററി വർക്കിനെ നോക്കിക്കാണണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആണോ? ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് ട്രാവലിംഗ് ആൻഡ് that time literary criticism work as a tour guide and it shows you where to go and what to see in the new place. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോർ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾ 4th സെമസ്റ്റർ BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ, അതായത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കുട്ടികൾ കേട്ടോ, അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷനാണ് ഇനി നോക്കുന്നത്. ഇവിടെ നമുക്ക് 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം. ഇവിടെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഹോറേസ്, ലോഞ്ചിനസ് എന്നിവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം. ഇവിടെ നമുക്ക് കുറച്ചധികം ഓതേഴ്സിനെ പഠിക്കാനുണ്ട്, ക്രിറ്റിക്സിനെ പഠിക്കാനുണ്ട്. ഇവിടെ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ 60th സെഞ്ച്വറി മുതൽ 19th സെഞ്ച്വറി വരെ. അവിടെ നമുക്ക് ഫിലിപ്പ് സിഡ്നി, ജോൺ ഡ്രൈഡൻ, ഡോക്ടർ സാമുവൽ ജോൺസൺ എന്നിവരെയാണ്. ദെൻ 19th സെഞ്ച്വറി എന്നുള്ള സെക്കൻഡ് സെക്ഷനിൽ വില്യം വേർഡ്സ്വർത്ത്, S.T. കോളറിഡ്ജ്, P.B. ഷെല്ലി, മാത്യു അർണോൾഡ് ഇവരൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ തേർഡ് മൊഡ്യൂൾ വരുന്നത് ലിറ്റററി ക്രിറ്റിസിസം 20th സെഞ്ച്വറിയാണ്. ഇവിടെ T.S. എലിയറ്റ്, I.A. റിച്ചാർഡ്സ്, F.R. ലെവിസ് എന്നിവരെയും ദെൻ ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്നിവയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്.
ദെൻ ഫൈനലി 4th മൊഡ്യൂൾ വരുന്നത് ഗ്ലോസറിയാണ്. പക്ഷേ ഇവിടെ കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ പോയറ്റിക്സ്, ലിറ്റററി മൂവ്മെൻറ്റ്സ്, ലിറ്റററി കോൺസെപ്റ്റ്. ഇവിടെ ലിറ്റററി പോയറ്റിക്സിൽ രസ, ധ്വനി, വ്യഞ്ജന, അലങ്കാര, തിനെ എന്നിവയൊക്കെയാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇത്. ദെൻ നെക്സ്റ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ് ആണ്. ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, നാച്ചുറലിസം, സിംബലിസം. ഇതാണ് അവിടെ പഠിക്കാനുള്ളത്. ദെൻ പിന്നെ വരുന്ന കുറച്ച് കോൺസെപ്റ്റാണ് കഥാർസിസ്, മിമിസിസ്, നെഗറ്റീവ് കാപ്പബിലിറ്റി, ആംബിഗറ്റി, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നിവയൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. If you find this video helpful, please like, share, comment and finally don't forget to subscribe. Thanks for watching.